ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിലുള്ള ആ ഒരു ലൈംഗിക സംഭാഷണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഈ അടുത്തിടയ്ക്ക് റിലീസ് ചെയ്ത് നടന്ന സംഭവം. ഒരു തുറന്ന ലൈംഗിക സംഭാഷണം ദമ്പതികൾ തമ്മിലുള്ള ആ ഒരു ദാമ്പത്യ ബന്ധത്തിൽ നിന്നും ഇല്ലാതാകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയാണ് ആ സിനിമ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഒരു ലൈംഗിക സംഭാഷണം ഇത്ര അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നത് എന്നാണ്. അതിൻ്റെ ഒരു കാരണം, നമ്മൾ ചെറുപ്പം മുതൽ തന്നെ സെക്സ് നാണക്കേടും പാപവും അശ്ലീലവും വൃത്തികെട്ട പരിപാടിയുമാണ് എന്നൊക്കെ കേട്ട് വളർന്നതിന് ശേഷം ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ലൈംഗിക സംഭാഷണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ലൈംഗികതയെപ്പറ്റി കേട്ട് വളരുന്ന നമ്മളുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടും വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ കേട്ട് വളരുന്ന കെട്ടുകഥകൾ നമ്മളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പല ദമ്പതികൾക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തതും. കാരണം അവർക്ക് മറ്റു വിഷയങ്ങൾ പോലെ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു കഴിവില്ല. അങ്ങനെയാണ് ഒട്ടുമിക്ക ദാമ്പത്യ ബന്ധങ്ങളും ഒരു ഡിവോഴ്സിലോട്ടൊക്കെ നീങ്ങുന്നതും. സ്ത്രീകളുടെ സെക്സിലുള്ള താല്പര്യക്കുറവ് മുതൽ പുരുഷന്മാരുടെ സ്വയംഭോഗ ശൈലി മൂലം ഉണ്ടാകുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകൾ വരെ ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും ഒരു തുറന്ന സംഭാഷണത്തിലൂടെ മാത്രം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നവയാണ്. അപ്പം എങ്ങനെയാണ് ഒരു കല്യാണത്തിന് ശേഷം ഒരു തുറന്ന ലൈംഗിക സംഭാഷണത്തിനുള്ള കഴിവുണ്ടാക്കുന്നത്? ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സെക്സ് റിസർച്ചറും കാനഡയിലെ ദ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയിലെ പ്രൊഫസറുമായ ഡോക്ടർ ലോറി ബ്രെട്ടോയാണ്. ഡോക്ടർ ലോറി ബ്രിട്ടീഷ് കൊളംബിയയുടെ വിമൻസ് ഹോസ്പിറ്റലിൻ്റെ വിമൻസ് ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും എഴുത്തുകാരിയും നെറ്റ്ഫ്ലിക്സിലെ ദ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്ന ഡോക്യുമെൻ്ററി സീരീസിലെ താരവും കൂടിയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആയതുകൊണ്ടോ MBBS MDയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈംഗിക ചിന്തകളും സ്വയംഭോഗവും മുതൽ സന്താനോൽപാദനത്തിലേക്ക് നയിക്കാത്ത എല്ലാ ലൈംഗിക പ്രവൃത്തികളും പാപവും നാണക്കേടും അശ്ലീലവുമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് റോമൻ കത്തോലിക്ക സഭ. ഇതവർ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഈ ഒരു ലൈംഗിക ഭീതിയും നാണക്കേടുമൊക്കെ ഒരു വലിയ വിഭാഗം മനുഷ്യരുടെ ഭാവി ദാമ്പത്യ ജീവിതവും സെക്സ് ലൈഫും തന്നെയാണ് കുളമാക്കുന്നത്. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്ന ഡോക്ടർ ലോറി ബ്രെട്ടോയും ഇതുപോലൊരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഇറ്റലിയിലെ അൾട്രാ കൺസർവേറ്റീവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന, അതായത് താലിബാൻ ക്രിസ്ത്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ലോറിയും. കുട്ടിക്കാലം മുതൽ തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന കഥ സ്വയംഭോഗം പാപവും നാണക്കേടുമാണെന്നും പെൺകുട്ടികൾ ആരും തന്നെ സെക്സിനെ പറ്റി ചിന്തിക്കുകയോ അതിലേർപ്പെടുകയോ ഒന്നും ചെയ്യാറില്ല എന്നും കല്യാണത്തിന് ശേഷം മാത്രമാണ് സെക്സിൽ താല്പര്യം ഉണ്ടാവേണ്ടത് എന്ന് തുടങ്ങിയ കഥകളായിരുന്നു. സെക്സിനെ പറ്റി സംസാരിക്കാൻ പോലും വീട്ടിൽ അനുവാദമുണ്ടായിരുന്നില്ല. കാരണം സെക്സിനെ പറ്റി പരസ്യമായിട്ട് സംസാരിക്കുന്നത് പാപമാണ് എന്നാണ് പഠിപ്പിച്ചിരുന്നത്. ഈ ഒരു നാണക്കേടും പാപബോധവും ഒക്കെ താൻ കോളേജിലെത്തി സെക്സിനെ പറ്റി പഠിക്കാൻ തുടങ്ങുന്നത് വരെ തൻ്റെ മനസ്സിനെ ശക്തമായിട്ട് തന്നെയാണ് സ്വാധീനിച്ചിരുന്നത് എന്നാണ് ഡോക്ടർ ലോറി പറഞ്ഞത്. സെക്സിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് തനിക്ക് മനസ്സിലായത് സെക്സിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ള വസ്തുത. പക്ഷേ അപ്പോഴേക്കും തൻ്റെ മനസ്സിൽ ഉറച്ചുപോയ ലൈംഗിക ഭീതിയുടെ കഥകൾ ഇല്ലാതാക്കുക എളുപ്പമായിരുന്നില്ല. ഈ ഒരു ലൈംഗിക ഭീതിയിൽ നിന്ന് മുക്തമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ ലോറി തൻ്റെ പഠനത്തോടും റിസർച്ചിനോടുമൊപ്പം തന്നെ തൻ്റെ മനസ്സിൽ ഉറച്ചുപോയ ലൈംഗികതയെ പറ്റിയുള്ള കെട്ടുകഥകളുടെ പിന്നിലുള്ള സത്യാവസ്ഥയെപ്പറ്റി ഗവേഷണം ചെയ്യുവാൻ തുടങ്ങി. കൂടാതെ തന്നെ കാണാൻ വന്നിരുന്ന വ്യക്തികൾക്ക് നൽകിയിരുന്ന ചികിത്സയുടെ ഭാഗമായിട്ട് സ്വന്തം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് താൻ കാലക്രമേണ തൻ്റെ ലൈംഗികതയിലുള്ള നാണക്കേട് മറികടന്നത് എന്നാണ് ഡോക്ടർ ലോറി പറഞ്ഞത്. സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ബന്ധത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട കഴിവുകളിൽ ഒന്ന് ലൈംഗികതയെ പറ്റി പങ്കാളിയുമായിട്ട് എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവാണ്. പക്ഷേ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക വ്യക്തികൾക്കും ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കഴിവ് ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്വന്തം ജീവിതത്തിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവരത് പരിഹരിക്കാൻ ശ്രമിക്കത്തുമില്ല. അങ്ങനെ പല ദമ്പതികളും ഒരു വീടിനുള്ളിൽ രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളെ പോലെ ജീവിക്കുകയും ചെയ്യും.
സത്യത്തിൽ ഇങ്ങനെ ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും ഒരു സംഭാഷണത്തിലൂടെ മാത്രം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ പലർക്കുമുള്ള ഒരു ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ എങ്ങനെയാണ് ഒരു ലൈംഗിക സംഭാഷണം തുടങ്ങുന്നത് എന്നാണ്. ഈ ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മൾ എന്തിനെയാണോ ഭയക്കുന്നത് അതിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു കണ്ണാടിയുടെ മുൻപിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതായത് നിങ്ങളുടെ പങ്കാളിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ണാടി നോക്കി പറയുക. അത് നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങളാവാം, സെക്സ് മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ താല്പര്യങ്ങൾ ചോദിച്ച് അറിയുകയുമാവാം. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് മാറാതിരിക്കാനാണ്. പങ്കാളിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന് പകരം ആ ഒരു അനുഭവം എങ്ങനെ രണ്ടു പേർക്കും ഒരുപോലെ ഗുണമാക്കി മാറ്റാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ പലതവണ കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പങ്കാളിയുമായിട്ട് നേരിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ക്രമേണ നിങ്ങളുടെ ലൈംഗിക നാണക്കേടിനെ മറികടക്കുകയും തമ്മിലുള്ള ഒരു ലൈംഗിക സംഭാഷണം മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ഒക്കെ ചെയ്യും. ഈ സെക്സ് എന്ന് പറയുന്നത് രാത്രി ആളുകൾ ഇരുട്ടത്ത് ചെയ്യുന്ന ഒരു വൃത്തികെട്ട പരിപാടിയോ അല്ലെങ്കിൽ പിള്ളേരെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയൊന്നുമല്ല. അത് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിലും സന്തോഷത്തിലുമൊക്കെ വളരെയധികം പങ്കുവഹിക്കുന്ന പ്രതിഭാസവും പ്രവൃത്തിയും ഒക്കെയാണ്. ഇത് തെളിയിക്കുന്ന വളരെയധികം റിസർച്ചുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗങ്ങളല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ട് നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. അപ്പോൾ ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.